സമകാലിക രാഷ്ട്രീയം പോകുന്ന വഴികളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത് KDP എന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ്. മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള സിയാദ് കരീം, ഇയാൾ സുഡാപ്പിയാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ഇവിടെ കൈവെട്ടുന്ന ആരാ? കൈവെട്ട് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് സുഡാപ്പികളാണ്, തീവ്രവാദികളെയാണ് മാണി സി കാപ്പനുൾപ്പെടെയുള്ള UDFൻ്റെ പല നേതാക്കന്മാരും കൊണ്ടുകിടക്കുന്നത്. അവരിതിൻ്റെ അപകടം അറിയുന്നില്ല. നാളെ കാപ്പന്റെ തലയും പെട്ടുവര്. യൂത്ത് കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വിളിക്കുന്ന മുദ്രാവാക്യം അവർക്ക് അറിയത്തില്ലെന്നേ. പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസിനെ മെല്ലെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, UDFനെ മെല്ലെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും ശ്രദ്ധയോടെ ജാഗ്രതയോടെ നോക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് അപകടമായി തീരുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, എനിക്ക് തോന്നുന്നു മുദ്രാവാക്യങ്ങൾ വിവാദത്തിലാകുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ കുമളിയിൽ ഒരു CPM-കാരൻ വിളിച്ച മുദ്രാവാക്യം വളരെ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഇതിനിടയിൽ വളരെ വലിയ ഒരു തെറിവിളി മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം അതിൻ്റെ രാജൻഭായുടെ അഭിപ്രായം പറയുന്നത് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോയെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഈ വീഡിയോയെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് മുമ്പ് സമകാലിക രാഷ്ട്രീയം പോകുന്ന വഴികളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം അഭിസംബോധന ചെയ്യാൻ പല രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം അങ്ങേയറ്റം വേദനാജനകമാണ്. കാരണം ഇപ്പോഴും നമ്മൾ ഏതോ പ്രാകൃതമായ യുഗത്തിലാണ് നിൽക്കുന്നത്. പണ്ടിപ്പോൾ ഞാനൊക്കെ SFIയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അലകിന്നറ്റം ചെത്തി മിനുക്കി ആവി മുക്കിയ ചോരയിൽ മുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുമായിരുന്നു, രോമാഞ്ചം ഉണ്ടാക്കുന്ന മുദ്രാവാക്യം വിളിക്കുമായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ കാലം 10-30 വർഷം മുന്നോട്ട് പോയി. നമ്മൾ 10-15 വയസ്സിലാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 10-15 വയസ്സ് കഴിഞ്ഞു. ഈ സമയത്തും പിന്നെ നമ്മുടെ മുദ്രാവാക്യങ്ങൾ കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത് KDP എന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ്. KDPയുടെ ഇയാളുടെ നമ്മുടെ മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള സിയാദ് കരീം, ഇയാൾ സുഡാപ്പിയാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. KDPയുടെ മൈനോറിറ്റി സെല്ലിൻ്റെ കൺവീനറും കൂടിയാണ് അദ്ദേഹം, സ്റ്റേറ്റ്. സമാനമായിട്ട് എനിക്ക് വേദനാജനകമായി തോന്നിയിട്ടുള്ള വേറൊരു മുദ്രാവാക്യമുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായത്. അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ നാറികളെ, തന്തയില്ല കഴിവേറികളെ. വളരെ മനോഹരമായ കവിത ഏറ്റുവിളിച്ചിരിക്കുന്നത് ചിന്താ ജെറോമാണ്. കാരണം ചിന്താ ജെറോമൊക്കെ ഇപ്പം നല്ല സീറ്റിൽ വന്നിട്ട് പ്ലേസ് ചെയ്യപ്പെട്ട് MLA ആയി നിയമസഭയിൽ വരാൻ കഴിവുള്ള കുട്ടിയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചിന്തയായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല മിടുക്കിയാണെന്നുള്ളത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുദ്ധിശൂന്യത കാണിച്ചില്ല. രാഹുലിന് ക്രഷ് തോന്നിയതാ ചിന്തയുടെ അടുത്തും. രാഹുലിന് ക്രഷ് തോന്നിയപ്പോൾ ആ കെണി പോയി വീഴാതെ പോയ, ഇല്ലെങ്കിൽ ഭ്രൂണഹത്യയൊക്കെ നടത്തേണ്ടി വരുമായിരുന്നു. അതിനൊന്നും പോകാതെ ക്രഷ് ഉണ്ടെങ്കിൽ അത് കൈ വെച്ചാൽ മതി എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള പെൺകുട്ടിയാണ് ചിന്താ ജെറോം. ആദ്യമായിട്ട് അവൻ ക്രഷ് പറയുന്ന ഒരാൾ ചിന്താ ജെറോമിൻ്റെ അടുത്താണ്. ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവന് ആരോട് കണ്ടാലും ക്രഷാണ്. അവന് തുണിക്കടയിലെ ഡമ്മി കണ്ടാലും ക്രഷാണ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രഷിനോട് നോ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ചിന്താ ജെറോം ഈ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു പോയി എന്നുള്ളത് വളരെ വൃത്തികെട്ട കാര്യമാണ്. അതുമാത്രമല്ല, ഇതൊക്കെ ഒരു സ്ഥിരം ശീലമാണ്. തന്തയില്ലാ കഴിവേറികളെ, മറ്റേത് അമ്മയില്ലാത്ത നേരത്തെ അച്ഛൻ കയറി ഒന്നുണ്ടാക്കിയില്ല എന്നൊക്കെ പറയുന്നത് ഏത് പ്രാകൃതമായ യുഗത്തിലാണെന്നുള്ള അതിനേക്കാൾ അപകടകരമായ മുദ്രാവാക്യമാണ് മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ സിയാദ് കരീം സുഡാപ്പിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ഇവിടെ കൈവെട്ടുന്ന ആരാ? കൈവെട്ട് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് സുഡാപ്പികളാണ്. ജോസഫ് മാഷ കൈവെട്ടി, എന്നിട്ട് ഇവന്മാർക്ക് കൊതി തീർന്നിട്ടില്ല. എത്ര പേരുടെ തല വെട്ടി, എത്ര മനുഷ്യരെ, നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നുകളഞ്ഞു.
എന്നിട്ട് ഇവരന്മാരുടെ തലപ്പത്തിരിക്കുന്നവന്മാർ ഇന്ത്യ ഭരിക്കാൻ 2047 ഇന്ത്യ ഭരിക്കും, കേരളം ഭരിക്കുന്നു പറഞ്ഞവന്മാരെല്ലാം തീഹാർ ജയിലിൽ കടന്നിട്ട് ഗോതമ്പുണ്ട എന്തെന്നുകൊണ്ടിരിക്കുക. ഗോതമ്പുണ്ട എന്നാലും ഇപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ശരിക്കും അവന്മാർക്കൊന്നും ഒന്നും കൊടുക്കരുത്. അവിടെ ഇരുന്ന് ഭരിക്കുകയാണ് ഇന്ത്യ. എനിക്കറിയാം, മഞ്ചേരിയിൽ നിന്ന് വരുന്നവനാണ് ഞാൻ, മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജൂത തീവ്രവാദത്തിനെതിരെയും മറ്റേതിനെതിരെയും പ്രതിഷേധിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്നിട്ടാ, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കൈവെട്ടിയിട്ടാ. ജോസഫ് മാഷ കൈവെട്ടിയത് RSSനെ പ്രതിരോധിക്കാനാ, ജോസഫ് പാഷ കൈവെട്ടിയത് ജൂത തീവ്രവാദത്തെ സൈനിസത്തെ പ്രതിരോധിക്കാനാ. ഇവർ അനങ്ങിയ സൈനിസം പിന്നെ RSS സംഘപരിവാർ എന്നാണല്ലോ പറയുക. എന്തിനാ ജോസഫ് പാഷ കൈവെട്ടിയെ? അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു മാനസിക സംഘർഷത്തിൽ. ഒരു കുടുംബത്തെ അനാഥമാക്കി. ആ മനുഷ്യനൊരു കൈയില്ലാതെ ജീവിക്കുന്നത്. ആ മനുഷ്യനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാ. ഇവർ ഷംസു പുന്നക്കൽ എന്ന് പറയും, മഞ്ചേരി ഉണ്ടായിരുന്നത് CITUവിന്റെ സംസ്ഥാന നേതാവായിരുന്നു, ചുമട്ടുതൊഴിലാളി യൂണിയന്റെ സംസ്ഥാന നേതാവായിരുന്നു. ചുമട്ട് തൊഴിലാളികൾക്കിടയിൽ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾ. അന്നത്തെ കാലത്ത് CITUവിന്റെ ചുമട്ട് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാം അടിച്ചു വിറ്റായിട്ടായിരിക്കും നടക്കുന്നത്. പിടിച്ചു പറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുള്ളി അവിടെ വന്നിട്ട് അച്ചടക്കം നടപടി എടുത്തു. പുള്ളി പറഞ്ഞ ചുമട്ട് തൊഴിലാളികൾ CITUവിന്റെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് കയറാൻ പാടില്ല. രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം അടിച്ച് വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് വിലക്കാണ്, ഡ്യൂട്ടിക്ക് കയറാൻ പാടില്ല. പിന്നെ 3 മാസത്തേക്കാണ് വിലക്ക്. അങ്ങനെ അവിടുത്തെ കുടുംബങ്ങളെ മുഴുവൻ ശുദ്ധീകരിച്ചെടുത്തു. പലരെയും ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് അവരെ ചികിത്സിച്ചു. അങ്ങനെ ചെയ്ത ഷംസു പുന്നക്കലിനെ ബോംബെറിഞ്ഞ് ജനങ്ങളെ ആകെ പരിഭ്രാന്തരാക്കിയിട്ട് അദ്ദേഹത്തെ വെട്ടി നുറുക്കി കയ്യും കാലും എല്ലാം വെട്ടി നുറുക്കിയിട്ടു. ഷംസു പുന്നക്കൽ 2022 മരിച്ചുപോയി. 21 നവംബർ മാസത്തിൽ 7-ാം തീയതി മരിച്ചുപോയി. എനിക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യരാണ്. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം ഖത്തറിൽ വന്നപ്പം ഞാനാണ് റൂം എടുത്ത് കൊടുത്തത്. ഞങ്ങൾ ഒരു കട്ടിലിലാണ് കിടന്നുറങ്ങി. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അംസൊക്കെ ഞാൻ കുളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം പുള്ളിയെ വേറെ പരസഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞത് സമ്മതിച്ചില്ല. ആ ഷംസു പുന്നക്കൽ CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. എഡ്രോഡ് വർക്കേഴ്സ് യൂണിയൻ്റെ ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന നേതാവായിരുന്നു. ക്ഷേമനിധിയുടെ ചെയർമാനായിരുന്നു. ആ മനുഷ്യനെ വിട്ടുനിർക്കിയതാ. അദ്ദേഹത്തിൻ്റെ മിശ്ര വിവാഹമാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. മീരച്ചേച്ചി എന്ന് പറയും, നമ്പൂതി സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറ്റാനൊന്നും പോയിട്ടില്ല. അത് മാത്രമല്ല, മോൻ ഉണ്ടായപ്പോൾ മോൻ ആദിത്യൻ എന്ന പേരിട്ടെ. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താ ഷംസുവോ ഈ ഒരു ഹിന്ദു പേരിട്ടെ? അപ്പോൾ ഷംസു ഒക്കെ പറഞ്ഞ വളരെ ക്ലാസിക് മറുപടി ഉണ്ട്. ഷംസു എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ്, അറബി വാക്കാണ്. സൂര്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം, മലയാള അർത്ഥം. ആദിത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സൂര്യൻ എന്നാണ് അർത്ഥം. എൻ്റെ പേരാണ് ഞാൻ എൻ്റെ മകനിട്ടതെന്ന് പറഞ്ഞത്. ആ ഷംസുവിനെയാണ് വിട്ടു നിർക്കിയത്. അങ്ങനെയുള്ള SDPക്കാർ നുഴഞ്ഞു കയറുന്നത് ഈ ഷാഫിയുടെ കാലഘട്ടത്തിലാണ്. കോൺഗ്രസിനകത്തും UDFിനകത്തും SDPക്കാർ നുഴഞ്ഞു കയറുന്നത്. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ സുഡാപ്പികൾ UDFിന് അനുകൂലമായിട്ടോ LDFിന് അനുകൂലമായിട്ടോ മുദ്രാവാക്യം വിളിക്കുന്നത്? പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് വിജയിച്ചപ്പം ആഹ്ലാദ പ്രകടനത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് SDPയുടെ കൊടിയുമായിട്ട് SDPയുടെ പ്രവർത്തകരാകുന്നത്. SDPക്കാരനായിട്ടുള്ള നേമ ഷജീറിനെയാണ് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും കൂടി തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റു നേമൻ ഷജീറിനെ. അങ്ങനെയുള്ള സുഡാപ്പികളെ തെരഞ്ഞുപിടിച്ച് റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജന്റായി ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ, ഇസ്ലാമിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിക തീവ്രവാദമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സിബി, വെള്ളിയാഴ്ച ജുമായ നിസ്കരിക്കാൻ ഇന്ത്യയിൽ ഏത് പള്ളിയിലും പോകാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിവിടെ പിന്നെ വാഴക്കാലയിൽ പോകാം, നമുക്കിവിടെ എടപ്പള്ളി പോകാം, കാക്കനാട് പോകാം. ഏത് പള്ളിയിലും ഏത് മുസ്ലിമിനും പോയിട്ട് വെള്ളിയാഴ്ച ഇപ്പോൾ റമദാൻ മാസവും കൂടിയാണ്, വിശുദ്ധ പുണ്യമാസമാണ്. വെള്ളിയാഴ്ച പിന്നെ ജുമായ നിസ്കരിക്കാൻ പോകാം, അത് കഴിഞ്ഞിട്ട് കുത്തുബ കേൾക്കാം, ഒക്കെ ചെയ്യാം. സൗദി അറേബ്യയിൽ പോകാം, UAE പോകാം. പക്ഷെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ വെള്ളിയാഴ്ച ജുമായ നിസ്കരിക്കാൻ പോകുന്ന മനുഷ്യൻ തിരിച്ച് ജീവനോടെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള ഉറപ്പില്ലാതെ പോകുന്നത്. അവർ തിരിച്ച് വീട്ടിലോട്ട് വരുമെന്ന് ഉറപ്പില്ല. കാരണം വെള്ളിയാഴ്ച ജുമായ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ ബോംബ് പൊട്ടുക ഇസ്ലാമിനെ സംരക്ഷിക്കാനാ? സംഘപരിവാറിനെ പ്രതിരോധിക്കാനാണോ? ഇത് സൈനിസത്തെ പ്രതിരോധിക്കാനാണോ? വെള്ളിയാഴ്ച വരുന്ന മുസ്ലിം ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇസ്ലാം മത ആരാധനാലയത്തിനകത്ത് മോസ്കിനകത്ത് ബോംബ് പൊട്ടിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആളുകളാണ് ഇവർ. സിറിയയിൽ ആട് വയ്ക്കാൻ വേണ്ടി ഇവിടുന്ന് എത്ര പേരെ കൊണ്ടുപോയി, എത്ര ചെറുപ്പക്കാരെ കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വെടി കൊണ്ട് തീർന്നില്ലേ? ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ പോയില്ലേ? അവരുടെ കുടുംബങ്ങളുടെ വേദന ആലോചിക്കണ്ടേ? ഓരോ കുടുംബത്തിൽ അവരുടെ പ്രായമായ പിന്നെ ബാപ്പാക്കും ഉമ്മാക്കും വയസ്സുകാലത്ത് അത്താണി ആവേണ്ടുന്ന മക്കളാണ് ആട് മേക്കാൻ സിറിയയിൽ പോയിട്ട് പിന്നെ വെടികൊണ്ട് ചത്തത്. ഈ രീതിയിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ തീവ്രവാദികളെയാണ് മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ള UDFിന്റെ പല നേതാക്കന്മാരും കൊണ്ടു കിടക്കുന്നത്. അവരിതിൻ്റെ അപകടം അറിയുന്നില്ല. നാളെ കാപ്പൻ്റെ തലയും പെട്ടുവര്, അത് കാപ്പൻ തിരിച്ചറിയുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നല്ല, ചോര കാണണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാപ്പന വിചാരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജോസ് കെ മാണിയെ കുറേ അധികം ആളുകൾ വന്ന് തെറി വിളിക്കുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ കക്ഷികളാണ്. പുള്ളി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തെറി പറയുന്നത് പുള്ളിക്ക് കിട്ടുന്ന അംഗീകാരമാണ്. പുള്ളി ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ലൈക്ക് കിട്ടുന്നു. ഇതൊക്കെ എന്തൊരു വലിയ സംഭവമായിട്ടാണ് അദ്ദേഹം കാണുന്നത് എനിക്ക് തോന്നുന്നു. മാണി സി കാപ്പൻ അധികം സംസാരിച്ചാൽ പലതും നമുക്ക് പറയിപ്പിക്കേണ്ടി വരും. പിന്നെ മാണി സി കാപ്പന് തല മുണ്ടിട്ടിട്ടല്ല, പിന്നെ ചാക്ക് മൂടി നടക്കേണ്ടി വരും. മാണി സി കാപ്പനെ ഇപ്പം നമ്മളിങ്ങനെ ഒരു
ടൈം കൊടുത്തിരിക്കുക. ആ ടൈമിൽ മര്യാദയ്ക്ക് നന്നായി നേരെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാണി സി കാപ്പൻ്റെ ഗ്യാസ് തീരും, വെടി തീരും, ഒരു സംശയവുമില്ല. മാണി സി കാപ്പൻ എന്ന് പറയുന്നത് എത്ര വൃത്തികെട്ടവരാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കപ്പെടും. നമ്മൾ വാങ്കൂട്ടത്തിൻ്റെ വിഷയം പറഞ്ഞു, നമ്മൾ ഓരോന്നും പറഞ്ഞതിനകത്ത് പഠിച്ച് സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട ഡീറ്റെയിൽസും എവിഡൻസും കയ്യിൽ വെച്ചിട്ടേ സംസാരിക്കത്തുള്ളൂ. അതിന് വേണ്ട ഇരകളെ സംസാരിപ്പിക്കാൻ റെഡിയാക്കിയിട്ട് നിർത്തിയിട്ട് തന്നെ സംസാരിക്കുക. അത് മാണി സി കാപ്പൻ കളിക്കുന്നത് വേറെ ആരോടെങ്കിലും പോയി കളിക്കണം. മാണി സി കാപ്പന് പൈസയുടെ പേരിൽ ഉടായ്പ നടത്തലും ബാക്കിയുള്ളത് ആൾക്കാരെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കൂടെ എല്ലാം കൂടെ പൊളിച്ച് പുറത്തു കൊണ്ടു കഴിഞ്ഞാൽ മാണി സി കാപ്പൻ പൈസ കൊടുക്കാനുള്ളവരെല്ലാവരും കൂടെ വന്നിട്ട് ഗരാവ് അവിടെ നടത്താൻ തീരുമാനിച്ചാൽ മാണി സി കാപ്പൻ്റെ ഗ്യാസ് കയറുന്നു. അപ്പം മാണി സി കാപ്പൻ ഈ ഉടായ്പും കൊണ്ട് ഈ തീവ്രവാദികളെയും കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദികൾ മാണി സി കാപ്പൻ്റെ തലയെടുക്കാതെ നോക്കുന്നത് നല്ലത്. പിന്നെ തീവ്രവാദികൾ നമ്മളെ ആക്രമിക്കും എന്നുള്ള ഭീഷണി പലതും വരുന്നുണ്ട്. വിദേശത്തു നിന്നാണ് ഫോണുകൾ മുഴുവൻ വരുന്നത്. വിദേശത്തു നിന്നുള്ള ഫോണാ, പിന്നെ നിന്നെ ശരിയാക്കും, നിന്നെ ഒന്ന് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. മലപ്പുറത്ത് നിന്ന് മഞ്ചേരി NS കോളേജിൽ നിന്ന് ഈ തീവ്രവാദികളോട് ഫൈറ്റ് ചെയ്ത് വന്നവനാ. എന്നെയാണ് ഇനിയിപ്പോൾ ഈ 48ാമത്തെ വയസ്സിൽ ഇവന്മാർ ഉമ്മാക്കി കാണിച്ച് പീഡിപ്പിക്കാൻ നിൽക്കുന്നത്. കൊല്ലാനല്ലേ പറ്റുള്ളൂ, തോപ്പിക്കാൻ പറ്റത്തില്ല, ആ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദി ഗ്രൂപ്പുകളിൽപ്പെട്ടവരെ വെച്ചിട്ട് മാണി സി കാപ്പനൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനം UDF അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി, ഷാഫിയുടെ കാലഘട്ടത്തിലെ കോൺഗ്രസ് പോകുന്ന പോക്ക്, UDF പോകുന്ന പോക്ക് കോൺഗ്രസിൻ്റെ അന്തകവിത്തായിട്ട് മാറും. കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിൻ്റെ സെക്യുലർ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അല്ല, ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വിളിക്കുന്ന മുദ്രാവാക്യം അവർക്ക് അറിയത്തില്ലെന്നേ. ഇത് മൊത്തം UDF സംവിധാനമാണിത്. എൻ്റെ സിവി അവർക്ക് അറിയത്തില്ല. ഇതിൻ്റെ ഉൽപ്പാദാക്കൾ ആരാണെന്നുള്ളതും ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആവാൻ പോകുന്നത് ആരാണെന്നുള്ളതും ഇവർക്ക് അറിയത്തില്ല. ഇവർ കഥയറിയാതെ ആട്ടം കാണുന്നവരാ. വാളെടുത്തവനെല്ലാം വിളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഒരുത്തം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു, ഏറ്റുപിടിക്കുന്നു. ചിന്തായോളം കാണിച്ച പോലെ തന്നെ ഒരുത്തം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ മുദ്രാവാക്യത്തിനകത്ത് ഉള്ളത് അൺപാർലമെന്ററി ആയിട്ടുള്ള സാധനമാണെന്നേ ഉള്ളൂ. ഇതങ്ങനല്ല, ഇത് കൊലവിളിയാ. ഇത് കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പറയുമ്പം കുന്തിരിക്കം കത്തിച്ചോളൂ എന്തോ വേറെ ആ മുദ്രാവാക്യത്തോട് പിന്നെ യോജിക്കുന്ന രീതിയിലുള്ള സമാനമായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുദ്രാവാക്യമാണ് ഇവിടെ വിളിക്കപ്പെട്ടിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസിനെ മെല്ലെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, UDFനെ മെല്ലെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും ശ്രദ്ധയോടെ ജാഗ്രതയോടെ നോക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് അപകടമായി തീരുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.